ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളെ കാശിക്കുട്ടന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അവൻ്റെ അമ്മമ്മയും മേമ്മയൊക്കെ അവനെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിൽ കൂടെയൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണെങ്കിലും അവരെ നേരിട്ട് എടുക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ആശ നോക്കിയ ഫോൺ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, കണ്ണെടുക്കാതെ അലക്കി നോക്കും കേട്ടോ. അപ്പോൾ ഇതവൻ്റെ മേമ്മയാണ്, ഐശ്വര്യ എന്നിട്ട പേര്, നമ്മൾ അനുശ്രീൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എന്നെപ്പോലെ ഒരാളത് അവിടെ നിന്ന് നോക്കുന്നതെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ മൂളിക്കാരൻ ഫോണിക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ഒരു കാര്യം, ചെറുതെന്നല്ല വലുതെന്നല്ല, ഇതാ ഇപ്പോൾ മുട്ടേനെ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പോലെ നോക്കിയാൽ ഫോണിൻ്റെ ഒരു വെളിച്ചം കണ്ടാൽ പിന്നെ അതിന് കണ്ണെടുക്കുന്നില്ല, എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് അമ്മായിമ്മമാരും ഭയങ്കര കത്തിയടിയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്കുള്ള ഊണൊക്കെ റെഡിയായി. നമ്മളെ അമരപ്പയർ തോരനുണ്ട്, സോയാബീൻസ് ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്, നല്ല അടിപൊളി ഒരു സാമ്പാറുണ്ട് കേട്ടോ. ഇവർ വരുമ്പോൾ ഒരു കോഴിക്കാല് കടിക്കാമെന്ന് എഴുതി നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ പച്ചക്കറീൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ആ ഒരു ഇതും പോയി. പിന്നെ ഗതി കെട്ടാ പുല്ലും തിന്നുന്നു പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു വിധത്തിൽ പച്ചക്കറിയൊക്കെ ഒരു വിധത്തിൽ അങ്ങോട്ട് മുണിങ്ങി വിട്ടു. പിന്നെ ചിക്കനാവുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, മുട്ടയാവുമ്പോൾ ഒരു കോഴീനെ അങ്ങനെ തിന്നാലോ എന്നുള്ള സമാധാനത്തിൽ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി നമ്മളങ്ങോട്ട് ചോറുണ്ട് കേട്ടോ. ഏറ്റവും സങ്കടമായത് അച്ചൂട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അവന് ചിക്കൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചോറിനും, അല്ലെങ്കിൽ തിന്നൂല എന്നല്ല, എന്നാലും ഒരു കമ്പട്ടത്തിലേ തിന്നുള്ളൂ. അപ്പോൾ മിഞ്ചേജി അവിടെ നിന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്നും മിഞ്ചേജി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഐശ്വര്യ കുഞ്ഞിനെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൾ അവസാനം ഒറ്റയ്ക്കായി. സാരല്ല, എന്നാലും പച്ചാഭേദം പാടില്ലല്ലോ എന്നും പറഞ്ഞ് അവളെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പം നമ്മളെ താരം കാശിക്കുട്ടനല്ലേ, അപ്പോൾ അവനെ ഒക്കെ വെച്ച് ഫോട്ടോ എടുത്തു. പിന്നെ വൈകുന്നേരം അവർക്ക് പോകാനായപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിട്ടോ. നമ്മൾ ഈ അലുവയും മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ കട്ടൻ ചായക്ക് പായ ചെത്തി നല്ല ഫ്രഷായി വൃത്തിയായി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അനുസരിട്ടോ. അവൾക്ക് ഇമ്മാരത്തെ ഓരോ വട്ടമൊക്കെയാണ്. എന്തായാലും സംഭവം കുഴപ്പമില്ല, കഴിക്കാനും വയറിനൊക്കെ നല്ലതല്ലേ. അതുകൊണ്ട് എല്ലാവരും പപ്പായയും കഴിച്ചു, കട്ടൻ ചായയും കുടിച്ച്, കുറച്ച് മിച്ചറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിരുന്നു. ഇവിടെ ഒരാൾ എന്നെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴും തുടങ്ങും ചിരിക്കാൻ, എന്താണെന്നറിയില്ല. എന്തായാലും അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.